ഇപ്പൊ ഇവർ എൻട്രൻസ് എക്സാം എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഹുവാനാണ് പരീക്ഷയ്ക്ക് 602 മാർക്ക് വാങ്ങിച്ചോടനെ ഇവരുടെ ഒരു ഭയങ്കര സന്തോഷത്തി എന്റെ മോൾക്ക് ഇപ്പൊ എവിടെ വേണേലും അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് അവരൊക്കെ ഭയങ്കര സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അതേസമയം അച്ഛൻ പെട്ടെന്ന് റൂമിലേക്ക് ഓടിച്ചെന്ന് ഇവൾക്ക് ഇപ്പൊ തന്നെ ഫാർമസി പഠിക്കണ ഏതൊക്കെ കോളേജ് പഠിക്കണം എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അതോടെ ഹുവാനും എല്ലാം ഇപ്പൊ തന്നെ വേണം അച്ഛന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് ഷോക്ക് അടിച്ചിരിക്കുമ്പോൾ അച്ഛൻ അമ്മയും കൂടെ ഒരു കോളേജ് കാണിച്ചിട്ട് വുഹാൻ കോളേജ് പഠിക്കുവാണ് ഇവൾക്ക് അധികം വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾക്ക് ഫാർമസി ഇവിടെ തന്നെ പഠിക്കുമെന്ന് പറയുമ്പോൾ ഹുവാനെങ്കിൽ പിന്നെ വേറെ കോളേജ് ഒന്നുമില്ലെന്ന് ചോദിക്കും. അതിനുശേഷം അച്ഛനമ്മയും കൂടെ ഇവളെ കുറെ ദൂരം ഇങ്ങനെ പറഞ്ഞേക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്തുള്ള ഒരു കോളേജ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൾക്ക് മനസ്സിലായി ഇവര് മുമ്പേ സെലക്ട് ചെയ്ത് ഈ കോളേജിൽ പഠിക്കാൻ പറയാന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ ഇവരോട് അതൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ അമ്മയാണെ കരഞ്ഞോണ്ട് എന്റെ മോൾ ഇവിടെ നിന്ന് ദൂരെ പോയാൽ എനിക്ക് പിന്നെ കരച്ചിൽ വരുന്ന അറിഞ്ഞിട്ട് അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരൊക്കെ ഒന്ന് നോക്കിക്കോളാൻ പറയും. അങ്ങനെ അവസാനം അമ്മ കരഞ്ഞ് കുറെ നാടകം കളിക്കുമ്പോഴാണ് അവള് ഞാൻ ദൂരേക്കെങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ പഠിച്ചോളാൻ പറഞ്ഞിട്ട് അവർക്ക് പ്രോമിസ് ചെയ്യും. അങ്ങനെ അതിന് ശിവളാണ് ഇവൾ അപ്ലൈ ചെയ്ത കോളേജൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരുണ്ട് എവിടെയൊക്കെ അപ്ലൈ ചെയ്താൻ ചോദിക്കും. അപ്പിലാണ് ജിങ്ഷി അവൻ ഇതുവരെ ഒരു പിടിയില്ലെന്ന് പറയും. ഇതേ സമയം സോങ് ആണ് അവന്റെ അമ്മയെ നോക്കിക്കോളാൻ വേണ്ടി അവൻ അടുത്തുള്ള ടിയാൻഹെ കോളേജിൽ അഡ്മിഷൻ ഇടാൻ പോകാന്നറിയും. അപ്പിലാണ് ഇത് കേട്ട് അവരുടെ ഷോക്ക് ആയിട്ട് എന്തുവാ ഇവിടെ അടുത്തുള്ള കോളേജോ? എടാ സോങ് നിനക്ക് ഡോക്ടർ പഠിക്കാൻ വേണ്ടി എൻജിങ്ങല്ലേ നീ പോകണമെന്ന് പറഞ്ഞ് അത് ഇവിടുത്തെ നല്ല കോളേജല്ലേ, നിനക്ക് അതിൽ പോയിക്കോടെ, നിന്റെ അമ്മയ്ക്കിപ്പം കുഴപ്പമില്ല എന്നിന് അവനും പറഞ്ഞു നോക്കുമ്പോൾ സോങ് ആണ് അവന്റെ അമ്മയെ നോക്കിക്കോളാൻ ഇവിടെ തന്നെ ഇരിക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവ രണ്ടുപേരും കൂടെ അവന്റെ മനസ്സ് മാറ്റും ഇവന്റെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇവന്റെ അമ്മയോട് ഇവന്റെ ഡ്രീം പറഞ്ഞാല് അതൊക്കെ നടക്കത്തുള്ളന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാം ഫേസ് ചെയ്യാന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യമൊക്കെ പറയുമ്പോൾ അവന് വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ അമ്മയോട് ഇവന് ഡോക്ടർ പഠിക്കാൻ ആഗ്രഹം പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഇവന്റെ അമ്മയാണ് ഇവൻ ഏത് കോളേജിലേക്ക് പോകണമെന്ന് അച്ഛനായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്തെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൻ കുറച്ച് ഷോക്ക് ഇരിക്കുമ്പോഴാണ് ഇവന്റെ അമ്മ ഇവൻ ആഗ്രഹിച്ച എൻജിൻ കോളേജിൽ തന്നെ ഡോക്ടറിന് അഡ്മിഷൻ ഇട്ടെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനാണ് സന്തോഷത്തി നിങ്ങൾക്ക് എങ്ങനെ അമ്മ എന്റെ ആഗ്രഹം മനസ്സിലായെന്ന് അവനും ചോദിക്കുമ്പോൾ ഇവന്റെ അമ്മയാണ് ചിരിച്ചോണ്ട് നിന്റെ അച്ഛന്റെ സർജറി ബുക്കൊക്കെ നീ പഠിക്കുന്നത് ഞാൻ എപ്പോഴാ കണ്ടടാന്ന് പറഞ്ഞിട്ട് ഇവനോട് ഇപ്പോഴായിരിക്കും ആ കാര്യം പറയുന്നത്. അങ്ങനെ അച്ഛനും മോനും കൂടെ എനിക്കറിയാതെ സീക്രട്ട് ആയിട്ട് ഈ പ്ലാനൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവനെ ചുമ്മാ തമാശയെ കളിയാക്കുമ്പോൾ അവനിപ്പോ അവന്റെ അമ്മയോട് സോറി പറയും. അതിനുശേഷം അവന്റെ അമ്മയും ഇവന്റെ സഹായം ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവൻ അവന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവന്റെ അമ്മയും ദേഷ്യത്തി സോങ് നീ എന്നെ തൊടല്, ഞാനിപ്പോ പഴുതുപോലെ വയ്യായിരിക്കുമല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ ഇവിടെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ മോനെ ഞാനൊരു ഭാരമായിട്ട് മാറുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട കോളേജ് തന്നെ നീ പഠിക്കാൻ പോയിക്കോ, അമ്മ ഇവിടെ ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കോളാം എന്നിന് അവരും കരഞ്ഞോണ്ട് ഒറ്റയ്ക്ക് തന്നെ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രിയാണ് ജിങ്ഷി അഡ്മിഷൻ ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവൻ ആദ്യം വയ്ക്കുന്ന സോങ് ചൂസ് ചെയ്ത് അതേ കോളേജ് ആയിരിക്കും. അങ്ങനെ ഇവൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോഴാണ് അവിടേക്ക് അവന്റെ അമ്മയും ഇവന് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ വരുമ്പം അവൻ ഇവന്റെ അമ്മയോട് ഇവൻ ഏത് കോളേജാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരോട് കുറച്ച് ഐഡിയ ഒക്കെ ചോദിക്കും. ഇത് കേട്ട് അവന്റെ അമ്മയാണ് എന്റെ മോനെ ജിങ്ഷി നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും പഠിച്ചോ, അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും ഏതിന് അവരും പറയുമ്പം ഇത് കേട്ട് അവനും എന്നാലും ഒരു അമ്മയായിട്ട് നിങ്ങളെ അഡ്വൈസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനും കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പറയും. അപ്പോഴാണ് അവന്റെ അമ്മയും എങ്കിൽ പിന്നെ അവര് പറഞ്ഞ കോളേജിലേക്ക് ഇവൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ അവൻ അപ്പം തന്നെ സൈലന്റ് ആകും. അങ്ങനെ അതിനുശേഷം ഇവനും രണ്ടാമത് ഏതിലെ ചോയ്സ് വയ്ക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹുവാൻ ഇവിടുത്തെ വുഹാൻ കോളേജ് പഠിക്കാൻ പോകുന്ന കാര്യം അവൾ പറഞ്ഞായിട്ട് ഇവൻ ഓർക്കും. അങ്ങനെ അതുകൊണ്ട് രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് അവൻ ആ കോളേജായിരിക്കും വെക്കുന്നത്. ഇതേ സമയം ഇവിടെ ടിയാന്റെ അച്ഛനും അവൻ മെഡിക്കലിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും പഠിച്ചാല് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് അവനെ ഫോഴ്സ് ചെയ്ത് അതിനെ പഠിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അമ്മയ്ക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും അവസാനം അച്ഛൻ പറയുന്നതായിരിക്കും അവിടെ വാക്ക്. അതുകൊണ്ട് അവനിവിടെ കുറച്ച് വിഷമത്തില്ല. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവരെല്ലാം മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ട്രിപ്പ് പോകുമ്പോഴാണ് ഇവിടെ അവന്മാരാണ് ഒരു മലയുടെ മുകളിൽ ഇവന്മാരുടെ പാർട്ടി വയ്ക്കുമ്പം ഇവിടെ ഗേൾസ് എല്ലാവരും കൂടെ നടക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവസാനം ഇവരും ജിങ്ഷിയോ സോങ്ങോ ടിയാനോ ആരെയൊക്കെ ഒന്ന് വിളിച്ചോണ്ടോ എന്ന് അറിഞ്ഞിട്ട് അവരെ കുറെ ഫോൺ വിളിച്ചു വെക്കും. പക്ഷെ ഇവിടെ അവന്മാരാണ് ആ ഫോണൊന്നും എടുക്കാതെ ഇവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കുറെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് സോങ്ങും എങ്കിൽ പിന്നെ ഇവരുടെ ഫോണൊന്നും എടുക്കണ്ടേന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് ജിങ്ഷിയും പറയും ഫോൺ എടുത്താൽ ഹുവാൻ എന്തുമായിരിക്കും പറയുന്നത്, അയ്യോ ജിങ്ഷി എനിക്ക് നടക്കാൻ വയ്യേ, ഇത്രയും വലിയ കഷ്ടമായിട്ടുള്ള സ്ഥലത്താണ് പാർട്ടി കഴിക്കുന്നത് എന്നിങ്ങനെ അവൾ പറയത്തുള്ളൂ. എന്നിന് ഇവനും പറഞ്ഞ കോൾ എടുക്കുമ്പോഴാണ് അതേപോലെ തന്നെ ഹുവാൻ ഇവൻ ആദ്യം തന്നെ ഇത്രയും കഷ്ടമുള്ള സ്ഥലത്താണോ വയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവനെ കുറെ ചീത്ത വിളിക്കും. അങ്ങനെ അത് കണ്ട് ഇവന്മാരൊക്കെ ചിരിക്കുമ്പോഴാണ് ജിങ്ഷി ഞങ്ങളെ പോലെ തന്നെ നടന്നോന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അവളും നിങ്ങൾ ഇതോടൊക്കെ തീർന്നെന്ന് പറഞ്ഞിട്ട് അവസാനം കഷ്ടപ്പെട്ട് ഇവന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്മാരും അവരൊക്കെ വരുന്നിട്ട് പെട്ടെന്ന് സർപ്രൈസ് റെഡി ആക്കടാന്ന് പറഞ്ഞിട്ട് അവെല്ലാം ഭയങ്കര ധൃതിയാകും. അങ്ങനെ അതിനുശേഷം ഇവെല്ലാം ക്ഷീണിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവന്മാര് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ചീർ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവരാണ് ഇപ്പൊ
നിർത്തോ ഇവിടേക്ക് വന്നേക്കുക. അതുകൊണ്ട് അതൊന്നും അവർ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ ക്ഷീണിച്ച് വന്നേം പോരാ, ഇപ്പൊ ഇതൊക്കെ ഞങ്ങളാണ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൂടെ ചെന്ന് സഹായിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ ക്ലാസ് ലീഡറും അവളുടെ മേക്കപ്പ് ഒക്കെ ഇപ്പൊ പോകുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഇതേക്കുന്ന ടിയാനും നിന്റെ ഫേസിനകത്ത് എവിടെ അടി മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങ് ആക്കിയിടും. അങ്ങനെ അതിനുശേഷം ആ റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇവരൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോഴാണ് ലീഡറാണ് സൂബൈ കോളേജ് എന്നെ പോലെ ആരെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ചോദിക്കും. അപ്പോഴാണ് ഇവരാരും തന്നെ അവിടെ ചേർന്നിട്ടില്ല. അപ്പോഴാണ് ടിയാനും എന്തായാലും ആ കോളേജിന്റെ അടുത്ത് ഒരു കോളേജ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അവനും പറയുമ്പോൾ സോങ്ങും ഇവൻ ആഗ്രഹിച്ച എൻചൻ കോളേജ് തന്നെ അവൻ അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറയും. അങ്ങനെ ഇവന്റെ അടുത്തായിട്ട് തന്നെ ശീശി ഒരു കോളേജ് അപ്ലൈ ചെയ്തേക്കുന്നത്. അത് അവളുടെ അമ്മ പറഞ്ഞ പോലെ ലോയർ പഠിക്കാൻ വേണ്ടി. ഇതിനുശേഷം ജിങ്ഷിയും സോങ്ങിന്റെ കോളേജ് തന്നെ അപ്ലൈ ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ ഹുവാനാണ് വിഷമിച്ചിട്ട് അപ്പൊ എല്ലാരും ദൂരേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവെല്ലാം സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഹുവാനും അവൾ ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടായിക്കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവൾ കിച്ചണിൽ ചെന്ന് വിഷമിച്ചിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാരും കൂടെ ഒരു സിനിമ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഹൊറർ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ആകെ സോങ് ചെയ്യാനും കൂടെ ആ സിനിമ നോക്കിക്കൊണ്ടിരിക്കത്തുള്ളൂ. കാരണം ശീശി സോങ്ങിനെ വായി നോക്കുക, അതേസമയം ലീഡറും പേടിക്കുന്ന ചാൻസ് യൂസ് ചെയ്ത് ജിങ്ഷിയോട് അടുക്കാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവനാണ് ഞാൻ പോയി ഹുവാനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പെട്ടെന്ന് ലീഡറും എങ്കിൽ പിന്നെ ഇത്ര സമയം ടിയാന്റെ കൈയായിരുന്നു പിടിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് കൈയെടുത്തങ്ങ് മാറ്റും. അങ്ങനെ അതിനുശേഷം ഇവിടെ ജിങ്ഷിയും ഹുവാനെ പാചകത്തിൽ സഹായിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ ജിങ്ഷി ഇല്ലാത്തോണ്ട് ലീഡറും ഞാൻ പോയി അവർ നോക്കാൻ പോകുന്ന പറഞ്ഞിട്ട് അവളും പുറകെ തന്നെ ചെല്ലും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന സോങ്ങും എങ്കിൽ പിന്നെ ഞാനും പോകുന്ന പറഞ്ഞ് അവനും പോകുമ്പോൾ അടുത്ത ശീശിയും സോങ്ങിന്റെ പുറകെ തന്നെ ചെല്ലും. അങ്ങനെ അവസാനം ടിയാ മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഇതേ സമയം ഇവിടെ ഹുവാന്റെ ഫേസ് മൊത്തം അഴുക്കാകുമ്പോഴാണ് അവനാണ് ഫേസ് ഫുള്ള് ഇപ്പൊ ക്ലീൻ ആയി പറഞ്ഞ് അവളിട്ട് കളിയാക്കും. അങ്ങനെ അതുകൊണ്ട് ഇവർ തമ്മിൽ നടക്കുന്ന തർക്കത്തിൽ രണ്ടുപേരും കുറച്ച് അടുക്കുമ്പോൾ അവരറിയാതെ അവർ തമ്മിൽ ഫീലിങ്സ് ഒക്കെ വന്നു തുടങ്ങും. അങ്ങനെ അതുകൊണ്ട് ഈ ഒരു മൊമെന്റ് മാറ്റാൻ വേണ്ടി പെട്ടെന്ന് ജിങ്ഷിയും നീ മറ്റേ കിച്ചൺ യൂസ് ചെയ്യാൻ ഡ്രസ് ഇടാത്ത എന്താന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ടോപ്പിക് അങ്ങ് മാറ്റും. അങ്ങനെ അതിനുശേഷം രാത്രി എല്ലാവരും കൂടെ ഇവിടെ നിന്ന് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ടിയാനാണ് ഇവന്മാരുടെ കുറെ ബിയർ ഇരിക്കുന്നിട്ട് ഇതൊക്കെ അവൻ ഇഷ്ടമല്ലെന്ന് പറയും. അപ്പിനാണ് ജിങ്ഷിയും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ചുമ്മാ ഇടാന്ന് പറഞ്ഞിട്ട് അവരോരോരുത്തരും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹുവാനാണ് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇവരോടൊക്കെ പറയും. സത്യത്തിൽ ഇവളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ദൂരേക്കുള്ള കോളേജിൽ പോകുന്നുണ്ട്, ഇവൾ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുവാന്ന്. അങ്ങനെ അതുകൊണ്ട് എവിടെ പോയാലും നമ്മൾക്ക് ഇതേപോലെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കണമെന്ന് അവളും പറയുമ്പോൾ പെട്ടെന്ന് ടിയാനും എങ്കിൽ പിന്നെ ഒരു ബിയർ അടിക്കാന്ന് പറഞ്ഞിട്ട് അവനായിരിക്കും ആദ്യം ബോട്ടിൽ എടുക്കുന്നത്. അതിനുശേഷം സോങ് അവളെ സമ്മാനപ്പെടുത്താൻ വേണ്ടി നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് കാണാന്ന് പറഞ്ഞ് അവൻ ഇവളെ സമ്മാനപ്പെടാൻ പറയുമ്പോൾ വീണ്ടും ടിയാൻ സെന്റി അടിച്ചൊക്കെ മതിയടയെന്ന് പറഞ്ഞിട്ട് ആ വീട് ചിയർസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കാണുന്ന ജിങ്ഷിയാണ് എടാ കൊച്ചിറക്ക നീ അല്ലടാ ബിയർ കൈ തൊടത്തില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ നീ എത്രാമത്തെ റൗണ്ടാ പോകുന്നത് എന്നിട്ട് അവനെ കളിയാക്കിക്കൊണ്ട് ഒരു ബിയർ പേടിത്തൊണ്ടനെ തന്നെ ഇങ്ങനെ ധൈര്യത്തിലാക്കുന്ന പറയും. അതോടെ ടിയാനാണ് ആരാണ് പേടിത്തൊണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്, നിങ്ങളൊക്കെ എന്തോടെ വിചാരിച്ചേ, നിങ്ങളുടെ മനസ്സിലൊക്കെ വിചാരിക്കുന്ന കാര്യം എനിക്ക് അറിയത്തില്ലെന്നാ. ഹേ ഗായ്സ് നിങ്ങളൊക്കെയാടാ പേടിത്തൊണ്ടന്മാര്, എന്തുവാടാ നിങ്ങളൊക്കെ ചിരിക്കുന്നത്. ആ ശീശി നിനക്ക് അവനോട് ചിരിക്കേണ്ട സോങ്, നിനക്ക് ഹുവാനോട്, ഹുവാനെ നിനക്ക് ജിങ്ഷിയോട്, പിന്നെ മണ്ടി ക്ലാസ് ലീഡറെ നിനക്ക് ജിങ്ഷിയോടെന്ന് എനിക്കറിയാം. എന്നിന് അവനും ബോധമില്ലാതെ വിളിച്ചു പോകുമ്പം ഇവിടെ ഇവരെല്ലാം കൂടെ ഷോക്കായി ഇങ്ങനെ പെട്ടിരിക്കും. അപ്പോഴാണ് ടിയാൻ സോങ്ങിനെ കളിയാക്കാൻ വേണ്ടി എടാ സോങ് നീയാടാ തോൽവി, നിന്റെ ഒരു ABCD, നിന്റെ ധൈര്യമൊക്കെ അവിടെ പാടാ. എന്നിന് അവനും പറയുമ്പം ജിങ്ഷി കാണൊന്നും പിടിയിട്ടാതെ ഈ മണ്ടൻ എന്തൊക്കെയാ വിളിച്ചു പോകുന്നതെന്ന് അവൻ ഇവരോടൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ടിയാനും നിങ്ങളെ പോലെ മണ്ടൻ ഞാനല്ല, ഞാൻ എപ്പോഴും ഒരു സിംഗിളാടാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ സന്തോഷത്തിൽ കുടിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനെ ശിവൻ പറഞ്ഞു കേട്ട സോങ് ആണ്. അവൻ ഇപ്പൊ തന്നെ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഹുവാനോട് പറയണമെന്ന് പറഞ്ഞ് ആദ്യം ജിങ്ഷി വിളിച്ചോണ്ട് പോകും. അങ്ങനെ അതിനുശേഷം അവനും ജിങ്ഷിയോട് ഞാൻ നിന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടോണ്ടാ ഇപ്പൊ നിന്നോട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവന് ഹുവാൻ ഇഷ്ടമുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ ആ ചോദ്യം കേട്ട് ജിങ്ഷിയാണ് ഇവിടെ മൊത്തം ഷോക്കായി പോകും. അതേസമയം ഇവിടെ ശീശിയും എന്തായാലും ടിയാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹുവാനോട് ഇപ്പൊ പറയും ഇവൾക്ക് സോങ്ങിന് ഇഷ്ടമാണെന്ന്. അപ്പോഴാണ് ഹുവാനും ഈ കാര്യമൊക്കെ അവൾ മുമ്പേ മനസ്സിലാക്കി എന്നറിയും. അതോടെ ശീശിയാണ് നാണിച്ചിട്ട് അപ്പോ നിനക്ക് തന്നെ ഇതൊക്കെ കാണാൻ സാധിച്ചെന്ന് പറഞ്ഞ് അവളും കുറച്ച് നാണിച്ചിരിക്കുമ്പം ഹുവാനും അത് നിന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാന്ന് പറഞ്ഞ് അവരുടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ശീശിയും എങ്കിൽ പിന്നെ ഇവൾക്ക് സോങ്ങിന് ഇഷ്ടമെന്ന് പറഞ്ഞ് ഹുവാനോട് ചോദിക്കുമ്പം അവള് ഞങ്ങൾ രണ്ട് ജസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് ഇവളോട് പറയുമ്പം ശീശി ഒരു ചോദ്യം ചോദിക്കും എങ്കിൽ പിന്നെ വെള്ളത്തിൽ സോങ്ങും ജിങ്ഷും കൂടെ വീഴുവാണ് ഇവൾ ആരെ ചെന്ന് സഹായിക്കുമെന്ന്. ഇത് കേട്ട് ഹുവാനും ഓ ഇതെന്തൊരു ചോദ്യം, ഞാനാണ് എനിക്കാരാദ്യം പൈസ തരുന്ന അവരാദ്യം സഹായിക്കും. പിന്നെ ശീശി എനിക്ക് സോങ്ങിന് ഇഷ്ടമാണെന്ന് വിചാരിച്ചോണ്ടാണ് നീ എന്നോടൊന്ന് മിണ്ടായിരുന്നേ ഏതിനെ ഹുവാൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ പ്രധാനമായിട്ട് അതുകൊണ്ടൊന്നല്ല, എന്തായാലും നീയും സോങ് കൂടെ ഭയങ്കര ക്ലോസ് അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ അടുക്കുന്ന പോലെ തോന്നിയില്ല. ഓ ഇതിനെ കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചില്ലേ, പിന്നെ നീ ഈ ടോപ്പിക് എടുക്കുന്നത് എന്നിന് അവരുടെ പഴയതൊക്കെ മറന്നിട്ട് നമുക്ക് വീണ്ടും ഫ്രണ്ട്സ് ആണെന്ന് സംസാരിച്ചോണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ സോങ്ങും സത്യത്തിൽ നീ എന്നെ പോലെ ഫ്രണ്ട് ആയിട്ടാണ് ഹുവാനെ കണ്ടെന്ന് അവനോട് ചോദിക്കുമ്പോൾ ജിങ്ഷി ഇവനോട് പറയാൻ ധൈര്യമില്ലാതെ എടാ ഒന്ന് പോടാ, ഞാൻ വേറെ ആരെ വേണമെങ്കിലും പ്രേമിക്കും, ഹുവാനെ ഞാൻ പ്രേമിക്കുമോ, അതിനൊന്നും ചാൻസ് ഇല്ല, ഞങ്ങൾ രണ്ടൊരു കട്ട അളിയന്മാരാ. എന്നിന് അവനും പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇതേക്കുന്ന സോങ് ആണ് ഓക്കെ എങ്കിൽ പിന്നെ ഞാനിപ്പോ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഏതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് അതേസമയം ക്ലാസ് ലീഡർ വന്ന് ജിങ്ഷിയെ തടഞ്ഞിർത്തും. കാരണം ഇവൾക്ക് ഇപ്പൊ ഇവനെ പ്രപ്പോസ് ചെയ്യണം. അതേസമയം ഇവിടെ സോങ് ആണ് ഹുവാന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഇവിടെ ശീശി അവനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം എന്ന് പറയും. അപ്പോഴാണ്
സോങ്ങും എനിക്കാദ്യം ഹുവാനോട് സംസാരിക്കണമെന്ന് അറിഞ്ഞ് അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ശീശി കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവൾ അവിടെ നിന്ന് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ ഹുവാനും എന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമോ ഹുവാന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് പ്രൊപ്പോസ് ചെയ്യും. ഇതേ സമയം ഇവിടെ ക്ലാസ് ലീഡറും ജിങ്ഷിയെ പ്രൊപ്പോസ് ചെയ്യുമ്പോഴാണ് അവനാണ് ഭ്രാന്ത് പിടിച്ചിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനൊന്നും മനസ്സിലാവത്തില്ല. അതേപോലെ ഇവിടെ സോങ്ങും നിന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് എല്ലാരെ പോലെയും എനിക്ക് നിന്റെ കൂടെ ഫ്രണ്ട് ആയിട്ടിരുന്നാ പോരാ, എനിക്ക് നിന്റെ അടുത്ത കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവനിപ്പോ അവളെ പ്രൊപ്പോസ് ചെയ്യും. അപ്പോഴാണ് ഇതേക്കുന്ന ശീശയാണ് ഇവൻ പറഞ്ഞേ കേട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹുവാനും ഇവൻ എങ്ങനെയൊക്കെ റിജക്ട് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അവള് ഞാൻ നിന്റെ ഫ്രണ്ട് ആയിട്ടേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഇനിയും ഞാൻ നിന്റെ ഫ്രണ്ട് ആയിട്ടേ കാണത്തുള്ളൂ എന്ന് അറിഞ്ഞ് അവനെ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോകും. അതേപോലെ തന്നെ ഇവിടെ ജിങ്ഷിയും ക്ലാസ് ലീഡറും റിജക്ട് ചെയ്യുമ്പോൾ അവളും കരഞ്ഞോണ്ട് നീ മോശമായ പയനാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം ഇവിടെ സോങ്ങും തിരിച്ച് അകത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ശീശി അവനോട് എങ്കിൽ പിന്നെ ഇവന് ഹുവാനായിരുന്നെങ്കിൽ ഇഷ്ടമെങ്കിൽ എന്തുകൊണ്ട് ഇവളുടെ ബുക്കിനകത്ത് അന്ന് ഇവൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ എഴുതിയാൻ ചോദിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനാണ് ഓ അന്ന് ലൈബ്രറി ബുക്ക് മാറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എങ്കിൽ പിന്നെ അത് എഴുതിയ ഞാനാ, പക്ഷെ എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എഴുതി കൊടുത്ത, അതുകൊണ്ട് നീ അത് തെറ്റിയിരിക്കല്ല, സോറി ശിശി എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഓരോരുത്തരും ഇന്ന് പ്രൊപ്പോസ് ചെയ്യാനുള്ള കാരണം ടിയാനാണ്. പക്ഷെ അവനാണ് ഇവിടെ കൂളായിട്ട് എന്റെ തന്ത പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ലാടാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഒരു വീട്ടിലെ ചെല്ലുമ്പോഴാണ് ഇവിടെ ഹുവാന്റെ വീട്ടിലാണ് അവളുടെ അച്ഛനമ്മയും കൂടെ ലഗേജ് ഒക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കും. കാരണം ഇവളുടെ കോളേജിന്റെ അഡ്മിഷൻ ലെറ്റർ വന്ന്. അങ്ങനെ അതുകൊണ്ട് അത് കാണുന്ന അവളാണ് ഇവള് മാത്രം ഇവിടെ പഠിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് അവസാനം ജിങ്ഷി പറഞ്ഞ് കോർത്ത് വെക്കും. അതായത് അവനാകെ സോങ് പഠിക്കുന്ന കോളേജ് വെച്ചിട്ടുള്ളെന്ന ഇവരോടൊക്കെ പറഞ്ഞ്. പക്ഷെ സത്യത്തിൽ അവ രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് ഹുവാൻ പഠിക്കുന്ന കോളേജ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം അറിയാതെ അവളും ഇനിയിപ്പോ ഞാൻ മാത്രം ഒറ്റയ്ക്കായി അറിഞ്ഞിട്ട് അവൾ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവളുടെ അച്ഛനമ്മയും കൂടെ മോൾക്ക് എന്തേലും ബുദ്ധിമുട്ട് തോന്നുവാണ് അപ്പൊ തന്നെ തിരിച്ച് വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അവളെ ആശ്വാസപ്പെടുത്തും. അങ്ങനെ പഠിത്തത്തെക്കാളും വലുത് ഞങ്ങളുടെ മോളാന്ന് അവർ പറയുമ്പോൾ അവൾ എന്നാലും പഠിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ജിങ്ഷിക്കൊക്കെ അഡ്മിഷൻ ലെറ്റർ വന്നാൻ ചോദിക്കും. അപ്പോഴാണ് അച്ഛനും അതൊക്കെ ഇന്നലെ വന്ന് മോളെന്ന് പറഞ്ഞിട്ട് അവരുടെ അവിടെ നോക്കുമ്പോൾ ഇവിടെ ഹുവാനാണ് ഇത് കേട്ട് വിഷമിച്ചിരിക്കും. കാരണം അഡ്മിഷൻ ലെറ്റർ വന്നേക്കുവാണ് അവൻ ആകെ വെച്ച സോങ്ങിന്റെ കോളേജ് ആയതുകൊണ്ട് അവിടെ പഠിക്കാൻ പോകുന്ന ഇവിടെ വിചാരിക്കുന്നത്. ഇതേ സമയം ഇവിടെ ജിങ്ഷി കിട്ടിയേക്കുന്ന ഹുവാൻ പഠിക്കുന്ന അതേ കോളേജാണ്. ഇതേ സമയം ഇവിടെ വീട്ടിൽ ഇരുന്ന് ഹുവാനാണ് ജിങ്ഷിക്ക് അഡ്മിഷൻ കിട്ടിയതിന് കൺഗ്രാജുലേഷൻ പറഞ്ഞ് ഇവൾക്ക് വുഹാൻ കോളേജ് അഡ്മിഷൻ കിട്ടിയെന്ന് പറയും. അങ്ങനെ അവസാനം ഇവിടെ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന മുമ്പ് സോങ്ങിനെ മാത്രം ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം ഹുവാനും ഇവരുടെ സീക്രട്ട് പ്ലേസിലേക്ക് ചെന്നിട്ട് ജിങ്ഷി ഫ്രീ ആണ് ഇവിടേക്ക് വരാൻ വേണ്ടി മെസ്സേജ് അയച്ചേക്കും. അങ്ങനെ ആ മെസ്സേജ് കണ്ടിട്ട് ജിങ്ഷി അവിടേക്ക് വരുമ്പോഴാണ് അതേസമയം സോങ്ങും ചുമ്മാതി അങ്ങോട്ടേക്ക് നടന്നു വന്നോണ്ടിരിക്കുക. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് ടെൻഷനോടെ ഇവളുടെ അടുത്ത് ചെന്ന് ഹായ് പറയുമ്പോഴാണ് അതേസമയം ഇവർ സംസാരിക്കുന്ന അവിടുന്ന് ജിങ്ഷിയും പതിയെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഹുവാനും ഇവനോട് എന്തോ സംസാരിക്കേണ്ടെന്നറിയാതെ ഇവൻ അഡ്മിഷൻ കിട്ടിയത് അവൾക്ക് സന്തോഷമുണ്ടെന്ന് അറിയും. അതുകൊണ്ട് അവനും ഇവൾക്ക് അഡ്മിഷൻ കിട്ടിയത് അവന് സന്തോഷമുണ്ടെന്ന് അറിയുമ്പോൾ ഇവൾ അടുത്ത സെക്കൻഡ് തന്നെ എങ്കിൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ നോക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന സോങ് ആണ് ഹുവാൻ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നൊന്ന് നിർത്താവോ, ഞാൻ നിന്നെ പെട്ടെന്ന് പ്രൊപ്പോസ് ചെയ്തത് എന്റെ തെറ്റാ, അതുകൊണ്ട് എനിക്കറിയാം നീ ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന്. സോറി ഞാൻ അന്ന് കുറെ ബിയർ അടിച്ചില്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞെല്ലാം മറക്കാൻ പറ്റുമോ, നമുക്കിപ്പോഴും പഴയതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം എന്നിന് അവനും പറയുന്ന അവിടുന്ന് ജിങ്ഷിയും കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ടിട്ട് ഹുവാനും സോങ് സത്യം പറയാണ് എനിക്ക് പഴയതുപോലെ ഇപ്പൊ നിന്റെ കൂടെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എന്താ എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ആ ശരി എങ്കിൽ പിന്നെ നിന്നെ ഫ്രണ്ടായിട്ട് കണ്ടില്ലെങ്കിലും അടുത്ത് താമസിക്കുന്ന ഒരു അയൽവാസിയായിട്ട് കണ്ടെങ്കിലും സംസാരിക്കും എന്നിന് അവനും പറയുമ്പോൾ തന്നെ അവൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. ഇതേസമയം ഇവർ സംസാരിക്കുന്നതൊക്കെ അവൾ ജിങ്ഷിയും കേട്ടോണ്ടിരുന്ന. അതുകൊണ്ട് വീട്ടിലേക്ക് വന്ന അവനാണ് ഹുവാന്റെ മെസ്സേജ് കണ്ടിട്ട് അവൻ മറ്റേ വെബ്സൈറ്റ് പണിഞ്ഞോണ്ടിരിക്കാന്ന് അറിഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഹുവാനും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ ക്ലാസ് ലീഡറാണ് അവളുടെ ബോയ് ഫ്രണ്ട് പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഹുവാനെ അങ്ങ് ഷോക്കാക്കും. അങ്ങനെ അതുകൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ടാണ് ഹുവാനും കൂടെ വന്നേക്കുന്നുണ്ട്, നിന്റെ ഫ്രണ്ട്സിനെ ഞാൻ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അവർ തമ്മിൽ നടക്കുന്ന റൊമാൻസ് കണ്ട് ഇവിടെ ഹുവാന് ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ലീഡർ നീ എന്തോടെ എന്നെ അങ്ങനെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ശീശിയം വന്ന് ഈ കാര്യം അറിയും. അതിനെ ശിവ രണ്ടുപേരും ബോയ് ഫ്രണ്ട് എങ്ങനെ സെറ്റ് ആയി ചോദിക്കുമ്പോൾ സത്യത്തിൽ ഇന്നലെ ആയിരിക്കും ആ ചെറുക്കനെ ഫുട്ബോൾ കളിക്കുമ്പോൾ കണ്ട. അങ്ങനെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട്. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ശീശിയാണ് എങ്കിൽ പിന്നെ ജിങ്ഷി നിന്നെ റിജക്ട് ചെയ്തോണ്ട് അവനെ വെറുപ്പിക്കാനാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ അതുകൊണ്ടൊന്നുമില്ല എനിക്ക് എന്റെ ബോയ് ഫ്രണ്ടിനെ കുറെ ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഹുവാനാണ് എങ്കിൽ പിന്നെ ഇപ്പോഴും നിനക്ക് ജിങ്ഷി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് ജിങ്ഷി ഇഷ്ട ഇവനെ ഇഷ്ടമാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവരുടെ ഷോക്കായിട്ട് എന്തുവാ നിനക്ക് രണ്ടുപേരും ഇപ്പോഴും ഇഷ്ടമാണ് ഏതിന് അവരും ചോദിക്കുമ്പോൾ ഇവിടെ ലീഡർ അവരെ കളിയാക്കിക്കൊണ്ട് എങ്കിൽ പിന്നെ ശീശി നീ സോങ്ങിനെ മറന്നു ഏതിന് അവളും ചോദിക്കുമ്പോഴാണ് ശീശി സോങ്ങിനെ ഇഷ്ടമല്ലെന്ന് പറയും. ഇത് കേട്ട് ഹുവാനാണ് പിടിച്ചിട്ട് ഓ ശീശി ഞങ്ങൾ രണ്ട് ജസ്റ്റ് ഫ്രണ്ട്സേ ഉള്ളു, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു ഏതിന് ഇവൾ പറയുമ്പോഴാണ് ശീശിയും നീ അവൻ ഇഷ്ടമാണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് വലുതെന്ന് പറയും. അതിനുശേഷം ഇതേക്കുന്ന ലീഡറും എങ്കിൽ പിന്നെ ഹുവാൻ അവനെ റിജക്ട് ചെയ്യുകയാണ്, ശീശിക്ക് ഇനി അവനെ വളയ്ക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും അടുത്തടുത്ത് കോളേജ് ആയതുകൊണ്ട് കിട്ടുന്ന സമയമൊക്കെ സോങ്ങിന് ചെന്ന് കണ്ട് അവന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി ഇപ്പൊ ശീശിയെ കുറെ അഡ്വൈസ് ചെയ്യും.
അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.